ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നമ്മൾ മെറ്റൽ സെക്ടറിൽ വലിയൊരു ഫോളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് 8.4% ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിലാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മെറ്റൽ സെക്ടറിൽ ഇപ്പോൾ വൈഡ് റേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ക്യാൻഡിൽ കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്ന ഡേ ക്യാൻഡിൽ. അതായത് ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് 5700-ലാണ് പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അത് 5240-ലാണ് ഇപ്പോൾ ഇന്ന് ക്ലോസ് ആയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോൾ അതായത് വലിയൊരു ഫോളാണ്. അതായത് ഗ്യാപ് ഡൗണോടുകൂടി ഓപ്പൺ ആയി അതിനുശേഷം വീണ്ടും അതൊരു താഴെ ലെവലിൽ വന്നാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, മെറ്റൽ സെക്ടറിൽ ഇതൊരു ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ടൈമാണോ? ഈ ടൈമിൽ നമുക്ക് ലോവർ പ്രൈസിൽ, അതായത് ടാറ്റ സ്റ്റീലും അതുപോലെ JSW സ്റ്റീൽ ഇതൊക്കെ നല്ല രീതിയിൽ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അതിന് ഉള്ളൊരു ഉത്തരമായിട്ട് തന്നെ ഒരു ടെക്നിക്കൽ വ്യൂ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ബേസ് ലെവൽ ചെയ്തിട്ടുള്ളൊരു ആൻസറാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ച് ഏതൊക്കെ ലെവൽസാണ് ഇമ്പോർട്ടൻ്റ്, എവിടെയൊക്കെ നമുക്ക് സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാം എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, നമുക്ക് മെറ്റൽ സെക്ടറിൻ്റെ മന്ത്ലി വ്യൂ വെച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, ന്യൂസ് ബേസ് ആയിട്ടുള്ളൊരു ഇപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഇന്നത്തെ ഒരു ന്യൂസിൻ്റെ ബേസ് അല്ലെങ്കിൽ 8% വീണത്, ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു കറക്ഷൻ അവിടെ കിട്ടിയാൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് വന്നാൽ തന്നെയാണ് നമുക്കവിടെ കൂടുതൽ ലിക്വിഡിറ്റിയും അതേപോലെ തന്നെ കൂടുതൽ ഹൈകളിലേക്ക് അത് പോകാനുള്ള, പ്രൈസ് അങ്ങോട്ട് എത്താനുള്ള മൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു കറക്ഷൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് പ്രൈസ് മൂവ്മെൻറ്റ്സ് നോക്കാം. ഓക്കെ, ഇത് മെറ്റൽ ഇൻഡെക്സിൻ്റെ 1 മന്ത്ലി ചാർട്ടാണ്. ഓക്കെ, മന്ത്ലി ചാർട്ടിൽ നമുക്ക് പ്രീവിയസ് സപ്പോർട്ട്, ഓക്കെ, ഇതാണ് മെയിനായിട്ട് മെറ്റൽ സെക്ടറിൽ വന്നിരിക്കുന്ന സപ്പോർട്ട് മന്ത്ലി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരക്കാമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഓൾറെഡി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരക്കുക, എങ്ങനെയാണ് അത് കൺഫേം ചെയ്യുക, സേഫ് ആണോ അല്ലെങ്കിൽ റിസ്കി ആണോ എന്നൊക്കെ നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യാൻ ആ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വളരെയധികം ലെങ്തി ആവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു അനാലിസിസ് നോക്കാം. അതായത് 4200 ഈ ഒരു ലെവലാണ് മെയിനായിട്ടൊരു സപ്പോർട്ട് ലെവൽ. അവിടെയാണ് പ്രീവിയസ് ആയിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്. ഓക്കെ, മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നത്. താഴെ ഒരു സപ്പോർട്ട് ലെവൽ കൂടി വരച്ചാൽ മനസ്സിലാവും. ഇതൊരു ചാനലിൻ്റെ ഉള്ളിലായിട്ട് ട്രേഡ് നടന്ന് അതിനുശേഷം ആ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് പല ഡേ അനാലിസിസ് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ സെയിം വ്യൂസ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നാൽ എന്താണ്, ഈ ഒരു ലെവൽ, ഇതാണ് അതിനൊരു ഡിമാൻഡ് സോൺ. ഈ ഒരു ലെവലിൽ വന്ന് ഇവിടെ ഒരു ബയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാൻഡിൽസ്, അതായത് താഴെ റിജക്ഷൻസ് ഉള്ള ക്യാൻഡിൽസോ അല്ലെങ്കിൽ ഫുൾ ബോഡി ബുള്ളിഷ് ക്യാൻഡിൽസോ വരികയാണെങ്കിൽ അത് പുതിയൊരു ഹൈ തരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതാണ് ഈ റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു, അത് ഇനി ആ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ലിക്വിഡിറ്റി, അതായത് കൂടുതൽ ആളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ്, കൂടുതൽ ട്രേഡിംഗ് വോളിയം ഇറങ്ങാനും അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിൽ ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ സെക്ടറിൽ കൺഫേം ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. എന്താണ്, ഇതൊരു റീടെസ്റ്റ് സോണാണ്. ഈ ഒരു റീടെസ്റ്റ് അവിടെ പെൻഡിങ് ആണ്. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലെവലിലേക്ക് അത് വന്നിട്ടില്ല. പക്ഷേ ആ ഒരു ലെവലിൽ വന്ന് ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ടിൽ വന്നിരിക്കുന്ന ഈ ഹൈ അതിനേക്കാൾ മുകളിലേക്ക് ആ ഒരു പുതിയ ഹൈ വരും. അതാണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ മന്ത്ലി അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളൊരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000-4200 സോണാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യൂ വെച്ച് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മെറ്റൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യൽ റിസ്ക് ആണ്. ഇനിയും വേണമെങ്കിൽ കൂടുതൽ ഫോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അതും പറഞ്ഞ ഫോൾ വരണമെന്നല്ല, ഈ ഒരു ലെവൽ വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, മന്ത്ലി വ്യൂ വെച്ചിട്ട്. ഇനി നമുക്ക് വീക്ക്ലി വ്യൂ വെച്ച് നോക്കാം. അവിടെ വീണ്ടും നമുക്കൊരു ചെറിയ സപ്പോർട്ടിലാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്, അല്ലെ, ഈ മെറ്റൽ സെക്ടർ നിൽക്കുന്നത്. ഓക്കെ, അതായത് പലതവണ ഈ ഒരു സെയിം സോണിൽ, ഞാൻ ഈ മാർക്ക് ചെയ്യാൻ പോകുന്ന സെയിം സോണിൽ സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട് മെറ്റൽ സെക്ടർ. ഓക്കെ, കണ്ട, ഇവിടെ സപ്പോർട്ട് എടുത്തു. നല്ല വൈഡ് റേഞ്ച് മൂവ്മെൻ്റ് ആയിട്ടൊന്നും അധികം കിട്ടിയിട്ടില്ല. കൂടുതലും വൈഡ് റേഞ്ച് ബിയറിഷ് ആണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വൈഡ് റേഞ്ച് ബുൾസ് ഇവിടെ വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ
ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് അധികം മുകളിലോട്ട് പോകുന്നില്ല. അതും വൈഡ് റേഞ്ച് ആയിട്ടുള്ള ബീറിഷ് ക്യാൻഡിൽസ് എല്ലാ ഹൈയിലും നമുക്ക് സ്പോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിൽ സപ്പോർട്ടും എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ടാണ്, സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. എന്താണ് ഈ ഒരു ലെവലിൽ പലതവണ ആ ഒരു സ്റ്റോക്ക് ആ ഒരു താഴേക്ക് വരാണ്ട് സപ്പോർട്ട് എടുത്ത് നിന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ് ഇപ്പോഴും മെറ്റൽ നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതുവരെയും നമുക്ക് ഈ ഒരു അനാലിസിസ് വെച്ച് അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് വന്ന ക്യാൻഡിൽസിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെയും ഒരു ബയേഴ്സിനുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്കവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ബിയേഴ്സ് വന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ബുൾസ് വന്നു. പക്ഷേ വീണ്ടും ആ ഒരു 2 ക്യാൻഡിലിലെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇന്ന് വീണ്ടും ഈ ഒരു വീക്ക് വീണ്ടും പുതിയൊരു ലോ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് ഇതൊരു സപ്പോർട്ടാണെങ്കിലും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ആവോ ബ്രേക്ക് ഔട്ട് ആവോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫൈറ്റ് നടക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ നമുക്കവിടെ കാണണം. ഓക്കെ, ആ ഒരു ഇൻഡിക്കേഷൻ എന്താണെന്ന് നമുക്ക് ആ ഒരു ഇതുവരെയും അതിൽ വന്നിട്ടില്ല. ഇത്രയും ഇൻഡിക്കേഷൻ നോക്കുമ്പോൾ ഓവറോൾ ബിയറിഷ് തന്നെയാണ്. വീണ്ടും ഇത് ബ്രേക്ക് ഡൗൺ ആവാം, ബ്രേക്ക് ഡൗൺ ആയി വേണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരാം, എന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വീക്കിൽ തന്നെ ഈ ഒരു വീക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൂടി ഉണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ആവാൻ. അപ്പോൾ ഈ ഒരു 3 ഡേയ്സിനുള്ളിൽ ഇവിടെ ഒരു റിജക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും വീണ്ടും ഈ ഒരു താഴെ ഉള്ള ലെവലിലേക്ക് വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ വീക്കിലി വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ വന്നിട്ടില്ല. നമുക്ക് ഡേ ചാർട്ട് ഉപയോഗിച്ച് നോക്കാം. ഡേ ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനിവിടെ നിന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷമുള്ളൊരു ടാർഗറ്റാണ്. പക്ഷേ നമുക്കിവിടെ എവിടെ സപ്പോർട്ട് എടുക്കുന്നതാണ് അറിയേണ്ടത്. ഓക്കെ, കണ്ട ഈ ഒരു ലെവൽ പ്രീവിയസ് ആയിട്ട് സപ്പോർട്ട് എടുത്ത ലെവൽ വൈഡ് റേഞ്ച് ക്യാൻഡിൽസ് ഈ ഒരു ലെവലിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള വൈഡ് റേഞ്ചിലുള്ള ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിനുള്ള ആക്യുറസി വളരെയധികം കൂടുതലാണ്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഡേ അതായത് മുമ്പത്തെ ഡേ നമുക്ക് ഇവിടെ ഈ ഒരു ലെവലിൽ വന്നിട്ട് ഇവിടെ ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള ബുൾസ് കണ്ടു. അപ്പോൾ നമുക്ക് ഇത് ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. പക്ഷേ ആ ഒരു അനാലിസിസ് അവിടെ വരുന്ന റിസ്ക് എന്താണ്? നമുക്ക് ഈ ഒരു ട്രേഡ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ലോ പോയിന്റാണ് നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ആയിട്ട് തന്നെ വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് മൊത്തം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. അത് നമ്മൾ എങ്ങനെയാണോ ട്രേഡ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ടാർഗറ്റ് എപ്പോഴും എത്താണ്, ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റും എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഫെയിൽ ആകുമ്പോൾ എന്താ നടക്കുക, നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചിറങ്ങേണ്ട സമയമായി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ടൈമും ഉണ്ട്. പക്ഷേ പുതിയൊരു എൻട്രി നമുക്ക് ഫ്രഷ് എൻട്രിയാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതുവരെയും ഡേ ക്യാൻഡിലും ഒരു ഇൻഡിക്കേഷൻ വന്നിട്ടില്ല. ഇവിടെ ഒരു ബുൾസ് ക്യാൻഡിൽ വന്നു, പക്ഷെ അതവിടെ ഫെയിലായി വീണ്ടും ഈ ഒരു സോണിലേക്ക് ഇറങ്ങി. ഇനി ഒരു സോണിൽ ഡേ ക്യാൻഡിലിൽ തന്നെ ആ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ വീക്കിലി ആയാലും മന്ത്ലി ആയാലും ഈ ടൈം ഫ്രെയിമിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രെൻഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ഡേ ക്യാൻഡിലിൽ. അതേപോലെ തന്നെ അതിൻ്റെ ആക്യുറസിക്കുള്ള ഡിഫറൻസും വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ റിജക്ഷൻസോടുകൂടിയുള്ള ക്യാൻഡിൽ, അതായത് 4960, അതേപോലെ തന്നെ 5220, ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നമുക്ക് വൈഡ് റേഞ്ച് ആയിട്ടുള്ള ബുൾസിനെ അനുകൂലിക്കുന്ന ക്യാൻഡിൽസ് വന്നാൽ മാത്രമേ പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള ട്രേഡ് എടുക്കുന്നത് സേഫ് ആയിരിക്കും. എൻ്റെ ഒരു ഈ ഒരു വ്യൂ വെച്ചിട്ട്, പ്രൈസ് ആക്ഷൻ്റെ വ്യൂ വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി ഇത് റീടെസ്റ്റ് എടുത്ത് വീണ്ടും ഈ ഒരു സോണിലേക്ക് വരാനുള്ള ചാൻസസും കൂടുതലാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിസ്ക് എടുക്കാം. എന്താണ്, ചെറിയ റിസ്ക്കും മാക്സിമം റിവാർഡാണ് നമുക്ക് മെറ്റൽ സെക്ടറിലുള്ളത്. ഇതാണ് ഓവറോൾ വ്യൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് എടുക്കാനുള്ള ഒരു ഇൻഡിക്കേഷനും ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്ത് നല്ലൊരു ഇൻഡിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇൻഡിക്കേഷൻ കിട്ടുന്ന സമയം നമ്മൾ എന്തായാലും വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ മെറ്റൽ സെക്ടറിലെ ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീലിൻ്റെ വ്യൂ കൂടി നമുക്കൊന്ന് നോക്കാം. മെറ്റൽസ് ജിന്ദാൽ സ്റ്റീൽ ഇന്ന് 17% ആണ് ഇന്ന് വീണിരിക്കുന്നത്. ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ ക്യാൻഡിൽ 17%. വലിയൊരു വീഴ്ചയാണ് അവിടെ വീണിരിക്കുന്നത്. അത്രയും തന്നെ വോളിയൂംസ് അവിടെ ട്രേഡും നടന്നിട്ടുണ്ട്.
ഡേ ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് നോക്കാം. ഓക്കെ, ജിന്ദാൽ സ്റ്റീൽ. അപ്പോൾ ജിന്ദാൽ സ്റ്റീൽ അവിടെ ട്രേഡ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഇൻഡിക്കേഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വരുന്നത് വൈഡ് റേഞ്ച് ക്യാൻഡിലായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പേ ട്രേഡ്, അതായത് ഇവിടെ വന്നിനി തിരിച്ച് കയറുമെന്ന് നമ്മൾ ഊഹിച്ച് ട്രേഡ് എടുക്കാതെ ആ ഒരു ഇൻഡിക്കേഷന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അതുപോലെ മന്ത്ലി വ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്ലി വ്യൂവിൽ ആ ഒരു മെറ്റൽ സെക്ടർ പോലെ തന്നെ, അതായത് താഴെ ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള ഓർഡേഴ്സ് ഇവിടെ എടുക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു ഹൈയിലേക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടും. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായാലും പുതിയൊരു ഹൈ തരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അത് എന്ത് ന്യൂസ് വന്നാലും എന്ത് ന്യൂസ് വന്നില്ലെങ്കിലും അതങ്ങനെ നടക്കും. അതിന് ശേഷമായിരിക്കും ഈ ന്യൂസൊക്കെ വരാം. ഇപ്പോൾ പല റീടെസ്റ്റും പെൻഡിങ് എടുക്കുന്ന സമയത്തായിരിക്കുള്ളൂ കൂടുതൽ ന്യൂസുകളൊക്കെ ഇൻഫ്ലുവൻസ് ആവുക. അപ്പോൾ അതിനുശേഷം അത് കറക്റ്റ് ചെയ്യാൻ കാണാം. അപ്പോൾ പല പബ്ലിക്കും അതെന്താണ്, അത് ഫോളോ ആയി എന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ സെല്ലിങ് പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ആ കറക്റ്റ് ടൈമിലായിരിക്കുള്ളൂ റീടെസ്റ്റ് ടൈമിൽ ലാർജ് ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് വരുന്നത്. അതിനുശേഷം ആ ഒരു സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, അവിടെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളിലൊന്നാണ് ഈ ന്യൂസും. ഓക്കെ, എല്ലാ ന്യൂസും ഫേക്കാന്നല്ല പറയുന്നത്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, നമുക്ക് പ്രൈസ് ആക്ഷൻ അനാലിസിസ് തന്നെ നോക്കാം. ഓക്കെ, അതുപോലെ JSWCയിൽ അതവിടെ വലിയൊരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ ആ ഒരു ലെവലിലേക്കൊന്നും അത് വന്നിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് മേടിക്കാം. ഓക്കെ, ഈ ഒരു ലെവൽ വരും എന്ന് പറഞ്ഞ് ഷോർട്ട് ഓപ്ഷനോ അങ്ങനെയൊന്നും എടുക്കാനുള്ള പ്രൊമോഷൻ അല്ലത്. ഈ ഒരു ലെവലിലെത്തി നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് അതിൽ ഇറങ്ങാൻ പറ്റും. ഓക്കെ, ടാറ്റ സ്റ്റീലും അതേ മന്ത്ലിയിൽ ആ ഒരു റീടെസ്റ്റിൻ്റെ ലെവലിലേക്ക്, അതായത് 2 ലെവൽസ് ഉണ്ട്. ഈ ഒരു 900 ലെവലും അതുപോലെ തന്നെ 700 ലെവലും. ഓക്കെ, ഈ ഒരു 900 ലെവൽ ഈ ലെവലിൽ എത്തിയതിന് ശേഷം നമ്മൾ ഡേ ചാർട്ട് അനാലിസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മെയിനായിട്ടുള്ള ലെവൽസ് കിട്ടി. ഇനി ഈ ഒരു ലെവൽസ് കൺഫേം ആണോ എന്നറിയാൻ നമ്മൾ നേരെ ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ആ ഒരു ടൈം ഫ്രെയിം ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാത്തിലും കണ്ടിരുന്ന ഈ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, നിഫ്റ്റിയിലെ കണ്ട പോലെ, മെറ്റൽ സെക്ടറിൽ കണ്ട പോലെ. ആ ഒരു സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ഡൗൺ ആവാണ്. അതും വൈഡ് റേഞ്ച് ക്യാൻഡിലാണ്, അതും നല്ല രീതിയിലുള്ള വോളിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാറ്റ സ്റ്റീലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കിത് ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഇനിയുള്ള ഒരു അപ്പിൽ അത് വീണ്ടും വീഴാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ബൈക്കുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് വേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ലെവൽ എത്തിയതിന് ശേഷം ഇൻഡിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഇതിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ, അപ്പോൾ എവിടെയാണ് ഇൻഡിക്കേഷൻ കിട്ടുന്നത് അവിടെ നമുക്ക് റിസ്ക് എടുക്കാം. എന്താണ്, ഇവിടെ നമ്മൾ സപ്പോർട്ട് എടുത്ത് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ താഴെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, ടാർഗറ്റ് നമുക്ക് വലിയൊരു ടാർഗറ്റും വെക്കാം. ഓക്കെ, മിനിമം ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു അപ്പർ സോണിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോ എൻട്രി എടുക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ലെവലിൽ ഇൻഡിക്കേഷൻ കിട്ടുന്ന ക്യാൻഡിലിൻ്റെ ലോ ആ ഒരു ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സോൺ ടാർഗറ്റ് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ മെറ്റൽസിനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ എന്തായാലും വളരെ വലുതാവും. അപ്പോൾ മെറ്റൽ സെക്ടറിൽ എൻട്രി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എൻട്രി എടുക്കാനുള്ള ടൈം ആയിട്ടില്ല. ആ ഒരു ഇൻഡിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലിലേക്കാണ് മെറ്റൽ സെക്ടറും അതുപോലെ തന്നെ മെറ്റൽസ് എല്ലാം കൂടി വരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വരുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.